വെൽക്കം ബാക്ക്. ഐഷുവാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നാളെയാണ് പെരുന്നാൾ. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ 2-3 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സ് മേടിക്കലും അതേപോലെ സ്റ്റേഷനറി ഐറ്റംസ് മേടിക്കലും പിന്നെ അല്ലറ ചില്ലറ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് കറക്കം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്. എത്ര തന്നെ കാര്യങ്ങളൊക്കെ ഒതുക്കിയാലും തലേ ദിവസമുള്ള ഒരു ഓട്ടപ്പാച്ചിലെന്ന് പറഞ്ഞാൽ അതൊരു മധുരമേറിയതാണ് അല്ലേ. അങ്ങനത്തെ ഒരു തലേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. നമ്മൾ രാവിലെ തന്നെ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല ചൂടാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആൾ കരിഞ്ഞു പോകുന്ന രീതിയിലുള്ള ചൂടാണ് കേട്ടോ. എങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്ത് പോയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഡേ ടൈമിലും പർച്ചേസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് ഷോപ്പിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പകല് ഷോപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കരിഞ്ഞ കിളി പറന്നാണ് തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഒട്ടുമിക്ക ഐറ്റംസും ലിസ്റ്റ് ചെയ്തൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഒരു സ്ഥലത്ത് കാണില്ല. അപ്പോൾ വേറൊരു ഷോപ്പിൽ കയറും. അങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ കയറി നല്ല ടയേർഡായിട്ട് പിന്നീട് നമ്മൾ വിചാരിച്ചു പിന്നെ ഒന്ന് വൈകിട്ടാകുന്ന സമയത്ത് പോകാമെന്ന്. അങ്ങനെ രാത്രിയിൽ തൊട്ടടുത്ത് ഇവിടെ തന്നെയുള്ള ഒരു മോളിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ റൂമിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഒരു വഫ എന്ന് പറഞ്ഞ ഒരു മോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചായിട്ടുണ്ട് ഓപ്പൺ ആയിട്ട്. കുറച്ച് ഐറ്റംസ് കൂടി വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഹേസൂട്ടിന് ഷൂ മേടിക്കണമായിരുന്നു. പിന്നെ ഒരു ഡ്രസ് സെക്ഷനിലൊക്കെ നോക്കിയ സമയത്ത് കുറച്ച് നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഡ്രസ്സും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹേസൂട്ടിന് ഷൂ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓരോ ഷൂ എടുക്കുന്ന സമയത്തും എനിക്കാണെങ്കിൽ ഗേൾസിൻ്റെ ഷൂ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതങ്ങനെയാണല്ലോ. ബോയ് ബേബിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗേൾസിൻ്റെ ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതേപോലെ തന്നെ ഷൂ എല്ലാം ബോയൊക്കെ കാണുന്ന സമയത്ത് ഈ ഹേസൂട്ട മോളായിരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം എടുക്കാമായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഹേസൂട്ടിന് ഡ്രസ്സ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഷൂസ് ആണെന്നുണ്ടെങ്കിലും എന്ത് നോക്കുന്ന സമയത്ത് ഞാൻ ഗേൾസിൻ്റെ സെക്ഷനിലോട്ടങ്ങ് അറിയാണ്ട് പോകുമായിരുന്നേ. ഞാൻ ഓരോന്ന് എടുക്കുന്ന സമയത്തും ഹേസൂട്ടിന് അതൊക്കെ വേണം കേട്ടോ. അവനും ഇഷ്ടം നല്ല കളർഫുൾ ആയിട്ടുള്ള ഷൂസൊക്കെയാണ് കേട്ടോ. എനിക്കൊത്തു ബോയ്സിനേക്കാളും കൂടുതൽ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സും അതേപോലെ ഷൂവും കാര്യങ്ങളൊക്കെ ഗേൾ ബേബീസിനാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഷൂസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു ഷൂ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലേഡീസിനാണെന്നുണ്ടെങ്കിൽ ഫുഡ് വെയർ കളക്ഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കാണുന്ന സമയത്ത് നമുക്ക് എല്ലാം എടുക്കാനായിട്ട് തോന്നും. അമ്മാതിരി കളക്ഷൻസ് ആയിരുന്നു. പെരുന്നാളാവുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം കിട്ടുന്നത് മൈലാഞ്ചി ഇടുന്ന സമയത്താണല്ലേ. ഇപ്പോഴത്തെ കോൺ മൈലാഞ്ചി അല്ല കേട്ടോ. പണ്ടൊക്കെ അരച്ചിടുന്ന മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഇമോഷനാണ് സത്യം പറഞ്ഞാൽ. അത് ഇടുന്നതും തലേദിവസം ഇട്ടിട്ട് കിടക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും സിബ്ലിങ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്താമാരുടേതും അനിയത്തിമാരുടേതും ആരുടെയാണ് ഏറ്റവും കൂടുതൽ ചുമന്നിട്ടുള്ളത്, ആരുടെയാണ് ഏറ്റവും കൂടുതൽ നല്ല ഡിസൈൻ എന്നൊക്കെ നോക്കിയിട്ട് രാവിലെ നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റി അടിച്ചിട്ട് രാവിലെ എഴുന്നേക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും അതൊക്കെയായിരുന്നു ഏറ്റവും നല്ല മെമ്മറീസ് എന്ന് പറയുന്നത്. അതൊക്കെ തന്നെയാണ്. ആ ഒരു കുട്ടിക്കാലമൊക്കെ നമുക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്കും പ്രീഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നല്ല മെമ്മറീസ് നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെയായിരിക്കും അല്ലേ. ഇപ്പോൾ മെഹന്തിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഐറ്റംസ് കൂടെയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഹീസൂട്ടിന് ഡയപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് റൂമിലേക്ക് വന്നു. അതിന് ശേഷം നാളെ പെരുന്നാളായതുകൊണ്ട് തന്നെ മാക്സിമം പണികളൊക്കെ ഇന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കഴിഞ്ഞ പെരുന്നാളിന് എനിക്ക് പണി കിട്ടിയതാണ്. കാരണം രാവിലെ എഴുന്നേറ്റിട്ട് ഫുള്ള് കിച്ചണിലായിരുന്നു. അപ്പോൾ മാക്സിമം പണികൾ തലേ ദിവസം ചെയ്ത് വെക്കുക കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളല്ല നമുക്ക് പെട്ടെന്നൊക്കെ കിച്ചണിൽ നിന്ന് ഇറങ്ങണമെന്നുള്ളവർക്കും ചെയ്യാൻ പറ്റിയ ഒരുപാട് ട്രിക്കും കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വന്നതിന് ശേഷം ഹേസൂട്ടിന് കുറുക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ ഉള്ളിയൊക്കെ റെഡിയാക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഉള്ളിയും ചെറിയ ഉള്ളിയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് റെഡിയാക്കി തലേ ദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതി ജോലി ഒതുങ്ങും കേട്ടോ. അരിഞ്ഞെടുക്കലും ക്ലീൻ ചെയ്ത് വെക്കലും ഒക്കെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ റെഡിയാക്കിയ സമയം കൊണ്ട് ഇക്ക മാർക്കറ്റിൽ കൂടി പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇറച്ചിയൊക്കെ മേടിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൈയോടെ തന്നെ റെഡിയാക്കി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പകുതി ജോലി ഒതുങ്ങും. അപ്പോൾ ബീഫ് ചിക്കനുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് മട്ടൻ അത്രയ്ക്ക് അങ്ങ് പറ്റില്ല. എനിക്കെപ്പോഴും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇഷ്ടം. എത്ര ഇനി സ്പെഷ്യലാണെന്ന് പറഞ്ഞാലും കല്യാണ ബിരിയാണിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓക്കെ, അല്ലാണ്ട് ബീഫ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. മട്ടനും അതുപോലെ തന്നെയാണ്. മട്ടൻ തിക്കായിട്ട് റോസ്റ്റ് പോലെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഉമ്മച്ചിയൊക്കെ വെച്ച് തരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അല്ലാണ്ട് എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് മട്ടൺ അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. കാരണം എല്ലാ ഒരു സ്മെല്ലും കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫ് ബിരിയാണിയൊന്നും വെക്കേണ്ട. നമ്മൾ ചെറിയ പെരുന്നാളിന് ബീഫ് ബിരിയാണിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കെപ്പോഴും അങ്ങോട്ട് ഓക്കെ അല്ലായിരുന്നു. എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ചു. ബീഫ് ഒരു റോസ്റ്റ് പോലെ ആക്കാമെന്ന് വിചാരിച്ചേ, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിനുള്ള ലിസ്റ്റും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഞാൻ ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് നാസ്തയ്ക്ക് എടുക്കാമല്ലോ. അങ്ങനെ ബീഫ് കറിയും വെക്കാം, അതേപോലെ ചിക്കൻ ബിരിയാണിയും വെക്കാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും മാരിനേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ റെഡിയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള നമ്മുടെ കുക്കിങ്ങിലൊക്കെ ഈസി ആക്കാൻ പറ്റിയ ടിപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് എല്ലാത്തിലും ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി മിക്സ് ആയിട്ട് ചേർക്കാൻ പറ്റുന്ന ഐറ്റംസ് ആയിരിക്കില്ല. സെപ്പറേറ്റ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കുക്കിങ്ങിന് എളുപ്പമാക്കും കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് തന്നെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നത് പോലെ മിക്സിയിലിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ബീഫിന് വേണ്ടിയിട്ടാണ്. ചിക്കനൊക്കെ ഞാൻ വന്നപ്പോൾ തന്നെ കഴുകിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും അതേപോലെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പെരുംജീരകം പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയും അതേപോലെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഒരു പകുതിയോളം ചതച്ചതും പകുതിയോളം മുഴുവനായിട്ടുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മുഴുവനായിട്ടുള്ള ചെറിയ ഉള്ളി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ അത് കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സെപ്പറേറ്റ് ചെയ്ത് അരച്ച് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടി ഒരുമിച്ച് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓരോന്നിലും ചേർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്ക് കുക്കിങ്ങിനാണെന്നുണ്ടെങ്കിലും അല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷനൊക്കെ ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതിപ്പോൾ മുളകിൻ്റെ തണ്ട് എറുത്ത് മാറ്റി വെക്കുന്നതും കറിവേപ്പില കഴുകി നമ്മൾ വെക്കുന്നത് പോലും പണികൾ ഈസി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി കുക്കറിലേക്ക് വേണ്ടത് കുറച്ച് സവാളയും ക്യാപ്സിക്കവും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റാനായിട്ട് വെക്കാം. ഇപ്പുറത്തായിട്ട് മസാല ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്, അളവിന് എടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്തിട്ട് ബീഫിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫിൽ നന്നായിട്ട് പിടിക്കും. പക്ഷേ കുക്കറിലല്ലേ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും, മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് വെള്ളം വെക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു മസാലയോട് കൂടി തന്നെ നമുക്ക് ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും. കുറച്ച് വെള്ളം മാത്രം വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മുന്നേ ചിക്കൻ കറി വെക്കുമ്പോഴാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, മസാല എല്ലാം പുരട്ടിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചിക്കൻ വേകുന്നതിനോടൊപ്പം തന്നെ ആ ഒരു മസാലയൊക്കെ അതിൽ പുരണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ത് കറി ഉണ്ടാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും. പിന്നീട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോ അഡീഷണൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് അങ്ങനെ എടുക്കാവുന്നതാണ്. പക്ഷേ ഏത് മീറ്റ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിക്കുന്ന സമയത്ത് ആ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കുവേ. അപ്പോൾ മാരിനേറ്റ് ചെയ്ത സമയം കൊണ്ട് നമ്മുടെ ആ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് പുതിനയിലയും മല്ലിയിലയും അതേപോലെ 2 വലിയ തക്കാളി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതുകൂടി വഴറ്റിയതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് ബീഫൊന്ന് വെന്ത് കിട്ടും. നല്ല വേവുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 3/4 വേവ് മതിയാവും. കുക്കറിലാണെന്നുണ്ടെങ്കിലും ബീഫ് വേവിക്കുന്ന സമയത്ത് 3/4 വേവ് മാത്രം വേവിക്കുക. അതിനുശേഷം റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങനെ സ്ലോ കുക്കിൽ കുറേ നേരം ഇങ്ങനെ വരട്ടുന്ന സമയത്ത് മീറ്റ് ഒന്ന് ഉടയാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് അങ്ങ് വേവിക്കണ്ട, ഒരു 3/4 വേവോളം മതി. അതിനുശേഷം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു 3/4 ഭാഗത്തോളം വേവിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇത് ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മാരിനേഷനാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ ഫ്രൈ കുറച്ച് സ്പെഷ്യലാണ്. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊര ഇരിക്കുന്ന നല്ല ചിക്കൻ ഫ്രൈ ആണ്. നല്ല ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടെൻഡർ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഇരിക്കും. അത്തരത്തിലുള്ള നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇനി മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ വറ്റൽ മുളക്, മുഴുവനായിട്ടുള്ള വറ്റൽ മുളക്, അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുകൂടി നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യാവൂ കേട്ടോ. ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരഞ്ഞു പോകേണ്ട. ആ ഒരു തരിതരിപ്പോട് കൂടി മാത്രം അരച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇനി കുറച്ച് കോൺഫ്ലോർ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കാം. പക്ഷേ കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഒരു മാവ് ഫീല് നമുക്ക് അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് ഉണ്ടാവും കേട്ടോ. പക്ഷേ കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വേണ്ട ഉപ്പും കുറച്ച് ഫുഡ് കളർ ഞാൻ ചേർക്കുന്നുണ്ട്. റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അപ്പോൾ തലേ ദിവസം ഇതേപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് പണികളും എളുപ്പമാക്കാം. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. കൈ പ്രശ്നമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു സ്റ്റോറേജ് കണ്ടെയ്നറിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിറ്റേന്ന് രാവിലെ തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിത്തിൻ 1 അവർ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കളറ് കിട്ടും. അതേപോലെ തന്നെ ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയിരിക്കും കേട്ടോ കോൺഫ്ലവർ ചേർക്കുന്ന സമയത്ത്. പിന്നെ മുട്ടയോ അല്ലെങ്കിൽ തൈരോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു മാരിനേഷൻ മാത്രം മതി, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു ചിക്കൻ ഫ്രൈ മാത്രം മതി സത്യം പറഞ്ഞാൽ. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും നാസ്തയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രൈ മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മാരിനേഷനാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കണ്ടെയ്നറിലാക്കിയിട്ട് താഴെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഹിസുട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ഒക്കെ ഉള്ളത് കൊണ്ട് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പണിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ സവാള ഞാൻ അരിഞ്ഞെടുത്ത് വെക്കുകയാണ്. നാളെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാള കൂടി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രൈഡ് ആയിട്ടുള്ള ഓണിയനും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിന്നായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. 2 രീതിയിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് വലുതായിട്ടും കുറച്ചൊന്ന് വളരെ തിന്നായിട്ടും അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാളയെ അരിഞ്ഞെടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി നമ്മുടെ ചോറിനിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയുള്ള ചെറിയ ഉള്ളിയും അതിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അളവ് കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുകയൊന്നുമില്ല. അപ്പോൾ എല്ലാം കുറച്ച് മതി. നമുക്ക് എളുപ്പമാക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പണികൾ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ടൈം മാനേജ്മെൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എപ്പോഴും കിച്ചണിൽ നിൽക്കാണ്ട് നമുക്ക് ഈസി ആക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. ചോപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കുക, വൃത്തിയാക്കേണ്ട ഉള്ളി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. പിന്നെ പിറ്റേന്ന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രങ്ങളായിരിക്കില്ല അല്ലേ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴുകി ഒന്ന് കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് എടുക്കുന്ന സമയത്ത് എളുപ്പമായിരിക്കും. മാക്സിമം വെസൽ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക. എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുക. സ്പൂണുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക. നാളെ നമുക്ക് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക. ഇങ്ങനെയുള്ള പണികളൊക്കെ ഷെയർ ചെയ്ത് ചെയ്യുക കേട്ടോ. 2 പേരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കപ്പിളാണെന്നുണ്ടെങ്കിൽ അവർ ഡിവൈഡ് ചെയ്ത് ചെയ്യുക. എന്ത് പണിയാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പണികളെല്ലാം ഈസി ആക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരാളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ മാക്സിമം ഡിവൈഡ് ചെയ്ത് ഷെയർ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പണികളൊക്കെ എളുപ്പമാക്കാനായിട്ട് പറ്റും. ഈ ഒരു കട്ടിങ് മാത്രമല്ല കിച്ചണിൽ എന്ത് പണികളാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഡിവൈഡ് ചെയ്ത് പെട്ടെന്ന് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഫ്രീ ആവുകയും ചെയ്യാം. ഒരുപാട് ടൈം കിച്ചണിൽ തന്നെ ഒതുങ്ങി പോകത്തുമില്ല. നമ്മളിപ്പോൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഇത്ര മിനിറ്റിനകം അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിനകത്ത് നമ്മൾ കഴിച്ച് എഴുന്നേക്കും. അപ്പോൾ എന്താണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ ഒരു 7-8 മണിക്കൂർ നമ്മൾ കിച്ചണിൽ നിന്ന് ഇങ്ങനെ പണിയെടുത്തതിന് ശേഷം നമ്മൾ കഴിക്കുന്നത് വളരെ കുറവോ അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്തൊക്കെ ആയിരിക്കും ഇരുന്ന് കഴിക്കുന്നത്. അത്രയും ടൈമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും
ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എളുപ്പമാക്കാനായിട്ട് നോക്കുക. 2 പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ നോക്കുക കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ കിച്ചണിൻ്റെ ഡ്യൂട്ടി വല്ലാത്തൊരു മെൻ്റൽ ഡിപ്രഷനായിട്ട് മാറും ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. എല്ലാവർക്കും കുക്കിംഗ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇഷ്ടമുള്ളവരങ്ങനെ ചെയ്യട്ടെ, ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പണികൾ എളുപ്പമാവാനുള്ള ട്രിക്കുകളും കാര്യങ്ങളും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. നമുക്കിപ്പോൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള പണികളാണെന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം നമ്മൾ കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ടുകൾ കേൾക്കുക, അല്ലെങ്കിൽ പഴയ മൂവീസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അരിയിൽ കട്ടിങ് പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൂവിയൊക്കെ കണ്ട് നമ്മൾ ടേബിളിലൊക്കെ വന്നിരുന്ന് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിലാക്സിങ്ങുമാണ്. നമ്മുടെ ജോലി ചെയ്യുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യത്തുമില്ല. കുഞ്ഞുങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ഉറങ്ങുന്ന സമയത്ത് മാക്സിമം പണികൾ ചെയ്ത് വെക്കുക. അവരുള്ള സമയത്ത് നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന, കത്തികളൊന്നും ഉപയോഗിക്കാത്ത, നമുക്ക് സേഫായിട്ട് കുഞ്ഞുങ്ങൾ ഉള്ള സമയത്ത് തന്നെ, ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യാൻ പറ്റിയ പണികളൊക്കെ അവർ ഉണർന്നിരിക്കുന്ന സമയത്ത് ചെയ്യുക. എല്ലാത്തിനും ഇൻവോൾവ് ചെയ്യിപ്പിക്കുക കേട്ടോ. കുഞ്ഞിലെ തന്നെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ക്ലീനിങ്ങിനാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് പണികൾ ഈസി ആവുക. പിന്നെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള സാലഡിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചെറുതായിട്ട് കുക്കുംബറും ക്യാരറ്റും സവോളയും തക്കാളിയും പച്ചമുളകും കറിവേപ്പില കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ക്യാരറ്റ് ചോറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് ഉപ്പൊന്നും ചേർക്കാതെ തന്നെ ഇതേപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് തൈര് കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് അത് റെഡിയാക്കി എടുക്കാനായിട്ട് ഈസി ആയിരിക്കും. ആ ടൈം കൊണ്ട് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാലഡും അരിഞ്ഞു വെച്ചു. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മാരിനേഷനും ചെയ്തു. പിന്നെ ഉള്ളിയും സവാളയും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. കുക്കർ തുറന്നപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഒരുപാട് വേവുള്ള ബീഫൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇനി കുക്കറിൽ നിന്ന് വേറൊരു പാനിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഞാൻ. അതായത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ വേണം കുറച്ചുകൂടി ഒന്ന് സ്ലോ കുക്ക് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് കുറുക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ഞാൻ വളരെ കുറച്ച് മാത്രമാണ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഉള്ളിയിൽ നിന്നും ബീഫിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ അരിഞ്ഞ് കൂടി വറുത്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു തേങ്ങ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് ഹേസൂട്ടനെ നോക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് തേങ്ങ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ബീഫ് റോസ്റ്റിൽ തേങ്ങ ഇടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എളുപ്പമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബീഫ് ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ പുട്ടിന് വേണ്ടിയിട്ടുള്ള മാവ് നനയ്ക്കുകയാണ് കേട്ടോ. നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ. ചമ്പാവരി പുട്ടാണ്. അതിൽ കുറച്ച് റാഗി പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. റാഗി ഞാൻ ഹേസൂട്ടന് നാട്ടിൽ നിന്ന് മുളപ്പിച്ച് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാൻ ദോശയ്ക്കാണെന്നുണ്ടെങ്കിലും പുട്ടുണ്ടാക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കുറച്ച് ചേർക്കാറുണ്ട്. കുറച്ച് ഹെൽത്തി അല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചേർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പുട്ട് റെഡിയായ സമയത്ത് ഞാൻ ആദ്യം തന്നെ പുട്ടും ബീഫ് കറിയായിട്ട് ഇക്കാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് റോസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എടുക്കാം. ഇപ്പോൾ എന്തായാലും ഡിന്നറിന് നമുക്ക് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇക്കാക്ക് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ഒരുമിച്ച് കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഹേസൂട്ടൻ അലമ്പാവും. അതുകൊണ്ട് ആദ്യം ഇക്ക കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ചിക്കൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് ദം ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരപ്പൊക്കെ പുരട്ടിയതിന് ശേഷം അതൊരു കണ്ടെയ്നറിലാക്കി അതും കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. മാക്സിമം പണികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നാളത്തെ പണികളെല്ലാം പെട്ടെന്ന് തീരും.
അപ്പോൾ അതുകൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിനിടയിൽ തന്നെ ഒക്കെ കുറച്ച് തേങ്ങ ഇതേപോലെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. മുഴുവൻ തേങ്ങ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കോക്കനട്ട് ഓയിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് പെരുംജീരകം കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവൊക്കെ ഉള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ. കുറച്ച് കുരുമുളക് ഓരോ തവണ ഇങ്ങനെ വറ്റിച്ചെടുക്കുന്ന സമയത്തും കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അപ്പോൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഒരുപാട് പണികളുണ്ടായിരുന്നു. കിച്ചൺ ഒതുക്കാനാണെന്നുണ്ടെങ്കിലും ഗ്രോസറി ഐറ്റംസ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നത് ബാക്കിയുള്ളത് അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനും ഉണ്ടായിരുന്നു. അതിനുശേഷം പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി. അതിനിടയിൽ തന്നെ ഒക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും ഫുഡ് കഴിച്ചു. ഹീസുട്ടനും കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുട്ട് കുറച്ച് ഹീസുട്ടനും കഴിച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറക്കമില്ലാണ്ട് ഒരു 2 മണി വരെയൊക്കെ നമ്മൾ കാര്യം പറഞ്ഞൊക്കെ ഇരുന്നു. 2 മണിയായപ്പോഴേക്കും മിക്കായി ഹീസുട്ടനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് പിന്നെ ഉറക്കം വരാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മെഹന്തി ഇടാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ മറന്നിരിക്കുകയായിരുന്നേ. ലാസ്റ്റാണൊക്കെ പറഞ്ഞത് മൈലാഞ്ചി ഒന്നും ഇട്ടില്ലല്ലോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാനും മറന്നേ പോയായിരുന്നേ ആ കാര്യം. നമ്മളിവിടെ മോളിൽ പോയ സമയത്ത് മെഹന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ നന്നായിട്ട് റെഡ് കളർ ആവുകയെ. അപ്പോൾ ഞാൻ ഇട്ട് തീർന്നിട്ട് ഒരു 5 മിനിറ്റ് പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര കളർ തോന്നിയപ്പോൾ ഞാൻ അപ്പം തന്നെ കഴുകി കളയാമെന്ന് വിചാരിച്ചിട്ട് ഇട്ട് തീർന്നു. അപ്പം തന്നെ കഴുകിയും കളഞ്ഞിട്ടുണ്ടായിരുന്നേ. വലിയ ഡിസൈനൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. സത്യം പറഞ്ഞാലിപ്പോൾ നമ്മൾ കുറേ നാൾ പേനയൊക്കെ എടുത്ത് എഴുതാതിരുന്നിട്ട് പിന്നീട് എഴുതുമ്പോൾ കൈയക്ഷരം ശരിയാവില്ലല്ലോ, അതുപോലെയാണ്. എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് വരയ്ക്കായിരുന്നേ. പക്ഷേ ഇപ്പം മെഹന്തി ഇടുമ്പോൾ എന്തോ ഒരു കൈവറയിൽ പോലെയാണ്. അങ്ങനെ സിമ്പിളായിട്ട് കുളമാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ആ ഒരു റെഡ് കളർ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണല്ലേ. പക്ഷേ ഇതിൻ്റെ കോമഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭയങ്കര കളർ കണ്ടുകൊണ്ട് ഞാൻ അപ്പം തന്നെ കഴുകി കളഞ്ഞേ. പക്ഷേ പിറ്റേ ദിവസം ബിരിയാണി കൂടി വയ്ക്കാനുള്ള സമയം കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഫെയ്ഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. കുറച്ച് നേരം കൂടി വെക്കണമായിരുന്നു തോന്നുന്നു. അതിനുശേഷം നല്ല ഡാർക്കായിട്ടിരുന്നാൽ മാത്രമാണ് പിന്നീട് ഒരു 2 ദിവസമെങ്കിലും നിൽക്കത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പിറ്റേ ദിവസം തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണിൽ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ അതൊന്ന് ഫെയ്ഡായി വന്നിട്ട് കൈയൊക്കെ കഴുകുന്ന സമയത്ത് ഒരുവിധം പോയിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു റെഡ് കളർ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു കയ്യിൽ മാത്രം ഇട്ടപ്പോൾ എന്തോ ഒരു വിഷമം, മറ്റേ കൈ എന്തായാലും വിഷമാവില്ലേ എന്ന് വിചാരിച്ചിട്ട് ആ കയ്യിലും കൂടെ ഇട്ടു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇന്നെന്തായാലും പെരുന്നാൾ രാവ് ആയിക്കഴിഞ്ഞു. ഇനി കുറച്ച് മണിക്കൂറും കൂടെ ഉള്ളൂ. 4:30 ആകുമ്പോൾ എന്തായാലും എഴുന്നേറ്റ് ഫ്രഷ് ആകണം. ഇവിടെ ഒരു 5 മണിയൊക്കെ ആവുന്ന സമയത്ത് 5-5:15 ആവുന്ന സമയത്താണ് പെരുന്നാൾ നമസ്കാരം. അപ്പോൾ കുറച്ചുറക്കേ കിട്ടത്തുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, പെരുന്നാൾ കഴിഞ്ഞിട്ടൊക്കെ ടൈം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇന്ന് എന്തായാലും ഇങ്ങനെ ഉണർന്നിരിക്കുന്നതിൻ്റെ ഫീലൊന്ന് വേറെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് ഉടനെ തന്നെ വരും കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ ഇത്രയുള്ളൂ. അസ്സലാമു അലൈക്കും, ബൈ.